വിശ്വാസത്തിൻ്റെ പേരിൽ വിഭജിക്കുവാനല്ല, സ്നേഹത്തിൽ ഒരുമിക്കുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതം നമ്മളെ ക്രിസ്തുവിലേക്ക് ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ലോകത്ത് ക്രൈസ്തവർക്കിടയിൽ പരസ്പരം വിവിധ സഭാവിഭാഗങ്ങളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതം നിമിത്തമുണ്ടായ ആ ഒരു സ്നേഹവും ഐക്യവും ആ ഒരു പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു മേഖല, അത് എത്ര മാത്രമെന്ന് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ ഊഹിക്കുന്നതിനപ്പുറമായ ഒരു സ്നേഹം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തിലൂടെ കർത്താവിന് ഈ ഭൂമിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റി. ഞാൻ അങ്ങനെ പറയാൻ കാരണം, നൂറ്റാണ്ടുകളായിട്ട് ഭിന്നിച്ച് വിഭജിച്ച് വിഭാഗീയതയിൽ കഴിഞ്ഞിരുന്ന ക്രൈസ്തവർക്കിടയിൽ സ്നേഹത്തിൽ ഒരുമിച്ച് നിൽക്കുക. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. കുറവുകളുള്ള നമ്മളെ പൂർണ്ണനായ കർത്താവ് സ്നേഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി കാൽവരി മലമുകളിൽ ബലിയായി തീർന്നു. എത്രയോ തവണ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത് പറഞ്ഞു. മനുഷ്യരെ, ബലഹീനരായ മക്കളെ, ഓരോ മനുഷ്യനും, നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളെ അപ്പൻ ചേർത്ത് നിർത്തുന്നു. അപ്പോൾ ഒരു കുഞ്ഞ് കണ്ണുനീരോടെ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ പപ്പ, ആ കുഞ്ഞിൻ്റെ അപ്പം മരിച്ചു പോയപ്പം എൻ്റെ പപ്പ സ്വർഗത്തിലാണോ? വിശ്വാസ ജീവിതമൊന്നും പ്രോപ്പറായിട്ട് നയിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ കൊടുക്കുന്നൊരു ഉത്തരവുണ്ട്, സ്നേഹമുള്ളൊരു പിതാവാണ് ദൈവം. ആ ദൈവം നിൻ്റെ അപ്പനെ ചേർത്ത് നിർത്തുന്നു. തീർച്ചയായും നിൻ്റെ അപ്പൻ സ്വർഗത്തിലാണെന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്ന ഒരു പിക്ചറും ആ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഇതുപോലെ ആലംബഹീനരായ, തളർന്നിരിക്കുന്ന, തകർന്നിരിക്കുന്ന, ജീവിതത്തിൽ തെറ്റുപറ്റി വീണുപോയ മനുഷ്യരെ, ലോകവും മനുഷ്യരും മതങ്ങളും അന്ന് മാറ്റി നിർത്തിയവരെ ചേർത്ത് നിർത്തി ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലെ മതങ്ങളും ലോകവും ആശയവും പാപികളെന്ന് മുദ്രകുത്തി ചേറ്റുകുഴിയിൽ തള്ളിത്താഴ്ത്തിയ വ്യക്തികളെ കർത്താവ് ചേർത്ത് നിർത്തി. അതിൻ്റെ പേരിലായിരുന്നു അന്നത്തെ ജൂതമത സമൂഹവും മതപുരോഹിതരും കർത്താവിനെ ക്രൂശിക്കുന്നതിന് മുൻപിൽ നിന്നത്. ഇന്നും നമ്മുടെ ഈ കാലഘട്ടത്തിലും, ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഫ്യൂണറൽ നടക്കുന്ന ഇന്നത്തെ ഈ ഒരു ദിവസം എൻ്റെ ഉള്ളിൽ പ്രചോദനമുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ ആണെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതം നമുക്ക് നൽകുന്ന വലിയ ഉൾക്കാഴ്ചയുണ്ട്. ക്രിസ്തുവിൻ്റെ ഉൾക്കാഴ്ചയാണ്. ക്രിസ്തുവിൻ്റെ ആ ഉൾക്കാഴ്ച ആത്മാവിൻ്റെ നിറവിൽ ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യരിലേക്കും കടന്നു വരണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതായത് ഓരോ മനുഷ്യനെയും റെസ്പെക്റ്റ് ചെയ്യാം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ കാണുന്നൊരു കാര്യം, എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളിൽപ്പെട്ട നേതാക്കന്മാരെയും ഇൻവൈറ്റ് ചെയ്ത് അവർക്കൊരു ഡ്യൂ റെസ്പെക്റ്റ് കൊടുക്കുന്ന നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പല പെന്തക്കോസ്റ്റൽ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലുള്ളവർക്ക് പോലും അവരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നത്. കാരണം അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, ഓരോ വചനത്തിൻ്റെയും അല്ലെങ്കിൽ ഏതെങ്കിലും തിയോളജിയുടെയും ഒക്കെ പേരിൽ വിഭാഗീയതയിലേക്കും വിഭജനത്തിലേക്കും ഇങ്ങനെ കൂട്ടായ്മകൾ പിരിഞ്ഞ് പോകുമ്പോൾ, സഭകൾ പുതുതായിട്ട് മനുഷ്യർ തന്നെ സൃഷ്ടിക്കുമ്പോൾ സ്നേഹത്തിൽ ഒരുമിച്ച് നിൽക്കുക. അപ്പോൾ ഓരോ വ്യക്തികളെ, ഇപ്പോൾ അമേരിക്കയിലൊക്കെ കെന്നത്ത് കോപ്ലൻഡ് മുതൽ അങ്ങനെയുള്ള വലിയ വലിയ പ്രീച്ചേഴ്സ്, ഇവാഞ്ചലിക്കൽ പ്രീച്ചേഴ്സിനെയൊക്കെ അവരൊക്കെ ഇൻവൈറ്റ് ചെയ്ത് അവരോടൊക്കെ സ്നേഹത്തോടെ സംസാരിച്ച് റെസ്പെക്റ്റ് കൊടുത്ത്, അങ്ങനെ ആ ഒരു ഐക്യം അമേരിക്ക എന്ന രാജ്യത്തിൽ തന്നെ ക്രൈസ്തവർക്കിടയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ ഒരു 12 വർഷത്തെ ശുശ്രൂഷകൾ കൊണ്ട്